ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IT മോഡൽ പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപാട് കുട്ടികളൊക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ചില കുട്ടികൾ ഇനി അറ്റൻഡ് ചെയ്യാനും ഇരിക്കുന്നു. IT മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് മുന്നേ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോകളൊന്നും ഇടാൻ സാധിച്ചിരുന്നില്ല. നമുക്കറിയാം, സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് എവിടെയും കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, ചില ഡ്യൂട്ടികളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് വീഡിയോകളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും IT ബന്ധപ്പെട്ട വീഡിയോകൾ, മറ്റ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോകളും ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്ന് IT മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ എക്സാം ഒരു പിടി തരാത്ത രീതിയിലാണ് ഒരുപാട് വിദ്യാർത്ഥികളെ വലയ്ക്കുന്നത്. IT മോഡൽ പരീക്ഷ പിടി തരാതെ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ പല കുട്ടികളെയും എത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സത്യത്തിൽ IT മോഡൽ പരീക്ഷ ചോദ്യങ്ങൾ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നുമല്ല, പക്ഷേ കുട്ടികൾക്ക് പലർക്കും തിയറിയായാലും പ്രാക്ടിക്കലായാലും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. ചില കുട്ടികൾ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷേ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാനൊരു ബുദ്ധിമുട്ട് പോലെ പറയുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടായിട്ടല്ല, ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടല്ല എന്നല്ല, അല്പം ചിന്തിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിലുണ്ട് എന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്ക് കൃത്യമായൊരു പ്രാക്ടീസ് അതിൽ ലഭിക്കാത്തത് കൊണ്ടോ, നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഇതിൻ്റെ ഉത്തരം, എങ്ങനെ വേണം ഈ ചോദ്യങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ, നമുക്ക് പല കുട്ടികൾക്കും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവർക്കുമല്ല, കുറേ കുട്ടികൾക്കൊക്കെ. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നിലവിൽ മോഡൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും IT പരീക്ഷയിൽ A+ വാങ്ങാൻ കഴിയും. ഇപ്പം മോഡൽ പരീക്ഷ കണ്ട് കിളി പോയ കുട്ടികൾക്കൊക്കെ ആ കിളി മോഡൽ പരീക്ഷ കഴിഞ്ഞ് ആ ചോദ്യങ്ങൾ കൂടി വെച്ചിട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒട്ടും പാനിക് ആവേണ്ട, ഒട്ടും പേടിക്കേണ്ട. സംഭവം ശരിയാണ്, IT പരീക്ഷ ഇപ്പോൾ കുറച്ച് കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം കൃത്യമായിട്ട് അത് അറിയില്ല എന്നുള്ളത് തന്നെയാണ് പല കുട്ടികൾക്കും. ഓക്കെ, പിന്നെ ചോദ്യങ്ങളും കുറച്ചൊക്കെ ട്വിസ്റ്റഡ് ആണ്, അതും ഒരു കാര്യം. പക്ഷേ അതും നമുക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ ഞങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.